ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എ ടാഗിന്റെ സ്പെഷ്യൽ എച്ച്റെഫിന്റെ വാല്യൂസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ URLs വരും, മെയിൽ ലിങ്ക്സ് വരും, ഫോൺ നമ്പേഴ്സ് വരും, അതേപോലെ വാട്സപ്പ് ലിങ്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. ഈ ടാഗ് നമ്മുടെ എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാം. ലൈക്ക് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ലിങ്ക്സ് ഫോർ വെബ്സൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ ടാഗ് എന്ത് പഠിച്ചു, എ ടാഗിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എ ടാഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് എച്ച്റെഫ്. എച്ച്റെഫിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് സൈറ്റിൽ പോകാനുള്ളതെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ URL സെറ്റ് ചെയ്ത് പഠിച്ചു. പിന്നെ ഞാൻ നേരെ പ്രോഗ്രാമിന്റെ അകത്ത് എന്ത് ചെയ്തു, എ ടാഗിന്റെ കോഡ് എഴുതി, അതിന്റെ ആട്രിബ്യൂട്ട് എഴുതി, ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു വെബ്സൈറ്റിൽ പോകണം. അപ്പൊ ഞാൻ നേരെ ആപ്പിളിന്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അവരെ ലിങ്ക് കോപ്പി ചെയ്യുന്നു, എച്ച്റെഫിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്തിട്ട് ഇനി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും, ആപ്പിളിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ വാല്യൂ, URL പാസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കാൻ പറ്റും, മെയിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതേ കണക്ക് ടെലിഫോണായിട്ട് കണക്ട് ചെയ്യാം, ഫോണായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, അതേപോലെ വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ കൂടെ ചെറിയ ചെറിയ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. മെയിലാണ് അയക്കാനുള്ളതെങ്കിൽ നമുക്കൊരു ഇമെയിലിന്റെ ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ടു എന്ന് പറഞ്ഞ ഒരു വാല്യൂ എഴുതണം. അത് എവിടെയാണ് എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, മെയിൽ ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മെയിൽ ടു എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, സെമി കോളനിൽ അവസാനിക്കണം. ഇനി ആർക്കാണോ മെയിൽ അയക്കാനുള്ള ആ മെയിൽ അഡ്രസ് വെക്ടർ ഹീറോ 0007@gmail.com. ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, മെയിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ വിൻഡോസിലാണെങ്കിൽ ഏത് ഓപ്പൺ ആയിട്ട് വരും, ഈ ഓപ്പൺ ലുക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരും. ഫോണിലാണെങ്കിൽ നമ്മൾ കയറി ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നേരെ ജിമെയിലോട്ട് പോകും. ഏത് ജിമെയിൽ ആണോ ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നത് അതിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ലോഡായി വരും. കേട്ടാ, ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ് എവിടെ പോകും, ബ്രൗസറിലെ ഇമെയിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ മെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്, മെയിൽ ടു കോളം എന്ന വാല്യൂ യൂസ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആർക്കാണോ നമുക്ക് മെയിൽ അയക്കാനുള്ള അവരെ മെയിൽ അഡ്രസ്സ് കൊടുക്കും. ഓക്കെ, ഇനി ഫോൺ നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ, ഫോൺ നമ്പർ ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ ഈ ഫോണിന്റെ ഒക്കെ ഒരു ഐക്കൺ കണ്ടിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നേരെ ഫോണിൽ കൂടെ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഫോൺ ഡയൽ ചെയ്യണ അവിടെ നമ്പർ വരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാനുള്ള ഓപ്ഷൻ പറ്റും. ഇപ്പൊ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് TEL, കോളനിൽ അവസാനിക്കുക. ഇനി ആർക്കാണോ നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കോള് പോകാനുള്ള അവരെ നമ്പർ കൊടുക്കണം. ഇപ്പൊ ഇന്ത്യക്കാരുടെ നമ്പർ ആണ്, ഇന്ത്യൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തുടക്കത്തിൽ +91 കൊടുക്കണം, എന്നിട്ട് 10 അക്ക നമ്പറൊക്കെ, ഇങ്ങനെയാണ് ഒരു ടെലിഫോൺ ലിങ്ക് കൊടുക്കുന്നത്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോകും, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, വാട്സപ്പ് ആയിട്ട് എടുക്കുക. എനിക്കിവിടെ വാട്സപ്പ് എൻ്റെ ഉണ്ടെങ്കിൽ പിക്ക് ചെയ്യാം, വാട്സപ്പ് പിക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൂടെ വിളിക്കാൻ പറ്റും. ഫോൺ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് അതുമായിട്ട് വിളിക്കാൻ പറ്റും. ഇപ്പൊ ഈ ആപ്പിളിന്റെയൊക്കെ സിസ്റ്റം ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വരത്തില്ല, നേരെ ഫോണായിട്ട് കണക്ട് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഐഫോൺ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് നേരെ വിളിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ +91, ബാക്കി 10 അക്ക നമ്പർ. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതാണ് വാട്സപ്പിന്റെ അകത്ത് എങ്ങനെ ടെക്സ്റ്റ് പാസ് ചെയ്യാം. അപ്പൊ വാട്സപ്പ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. വാട്സപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല, വാല്യൂ ഒന്നുമില്ല, പക്ഷെ അതിന് സൈറ്റ് ഉണ്ട്. ഈ ഒരു വാല്യൂ ആണ് ഫസ്റ്റ് കൊടുക്കുക, https://wa വാട്സപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് .me/. ഇനി ആർക്കാണ് അയക്കാനുള്ള അവരുടെ ഫോൺ നമ്പർ. ഇപ്പൊ ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 91 ആഡ് ചെയ്യണം, പിന്നെ 10 അക്ക നമ്പർ, എന്നിട്ട് നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് എന്താ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ, ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർക്കാണ് അയക്കാനുള്ള അതിനുവേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക, ടെക്സ്റ്റ് ഈക്വൽ ടു നമുക്ക് ഹെയ് എന്നുകൊണ്ട് കൊടുക്കാം തൽക്കാലം. റീഫ്രഷ് ചെയ്ത് ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ വാട്സപ്പ് ക്ലൗഡ് ആണ് ഓപ്പൺ ആയി വരും. ഓ ശരിക്കും നമ്പറൊക്കെ ഉണ്ടോ ഈ നമ്പറിന്, ഓക്കെ ആ നമ്പറിന് എനിക്കറിയത്തില്ല.
ഇനി വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചാറ്റ് ചെയ്ത് കൊടുക്കുന്ന കണ്ടിന്യൂ ചാറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകും? നേരെ ഹേയ് ബട്ടണിൽ മീൻസ് ആ മെസ്സേജ് അയാൾക്ക് പോകും. ആരാണോ നമ്പറുള്ള അയാൾക്ക് അങ്ങ് പോയിക്കോളും. എന്തായാലും അത് അയക്കാനും വേണ്ട. ഓക്കെ ഓക്കെ ഇതാണ് ആങ്കർ ടാഗിലെ hrefന്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വാല്യൂസ്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എന്താ, നിങ്ങളൊരു കോണ്ടാക്ട് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സിമ്പിൾ കോണ്ടാക്ട് പിന്റെ അകത്ത് ഇങ്ങനെ കൊടുക്കുക, യു ക്യാൻ റീച്ച് ഞാൻ അവിടെ കൊടുക്കുകയാണ് UL ടാഗിന്റെ അകത്ത് LI ടാഗിന്റെ അകത്ത് എക്കകത്ത് എനിക്ക് എന്റെ പോർട്ട്ഫോളിയോയുടെ സൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പോർട്ട്ഫോളിയോ കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അത് കണക്ക് അടുത്ത ലിങ്കിന്റെ അകത്ത് ആങ്കർ ടാഗിന്റെ അകത്ത് എന്ത് കൊടുക്കുക, ഇമെയിൽ, ജിമെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക. അത് കണക്ക് LIക്കകത്ത് ആങ്കർ ടാഗിന്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, വാട്സപ്പ് ഉണ്ടെങ്കിൽ അല്ലെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ അത് കൊടുക്കുക. വാട്സപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതണക്ക് ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ കുറച്ച് സ്റ്റൈലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, സ്റ്റൈലൊക്കെ ചെയ്ത് നോക്ക്. ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണെങ്കിൽ ചെയ്ത് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.